ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോപിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് LP-UP പരീക്ഷ വളരെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ LP-UPയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോകളെല്ലാം ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ടാണ് നമ്മൾ എടുത്തു പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു LP-UP മത്സരത്തിൽ മികച്ചൊരു റാങ്ക് ഹോൾഡർ ആവാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം ഒരിക്കൽ ശ്രമിക്കുമ്പോൾ ചിലപ്പം പരാജയപ്പെട്ടെന്ന് വരും, എന്നാലും ഒരിക്കലും നിരാശപ്പെടരുത്. നമുക്ക് തുടർന്നും അവസരങ്ങളുണ്ട് എന്ന് കരുതി നമ്മൾ പഠിക്കുന്ന ഓരോ അറിവും നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് കരുതി നമുക്ക് ഓരോ അറിവും നമുക്ക് സ്വായത്തമാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ പഴശ്ശി വിപ്ലവത്തിനെ കുറിച്ചാണ്. അപ്പോൾ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് നാം പറയുമ്പോൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളിൽ ഒന്നായിരുന്നു പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവം പ്രധാനമായും പഴശ്ശി വിപ്ലവം ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കിയ നികുതി പരിഷ്കാരമായിരുന്നു പഴശ്ശി വിപ്ലവം നടക്കാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള മറ്റൊരു കാരണമാണ് കോട്ടയം പ്രദേശത്തിലെ നികുതി പിരിക്കുവാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാതെ വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചത് ഇതിനൊരു കാരണമായി പറയപ്പെടുന്നു. അതുപോലെ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവെന്ന് പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്നു പുരളിമല എന്ന് പറയുന്നത്. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുരളിമല സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടതും പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെട്ടതും പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സർദാർ KM പണിക്കർ. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരുന്നത് പൈച്ചിരാജ, കോട്ടിയോട്ട് രാജ എന്നിങ്ങനെയൊക്കെ പഴശ്ശിയെ വിശേഷിപ്പിച്ചിരുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിലേക്ക് നാം വരുമ്പോൾ കാലഘട്ടം നാം നോക്കുമ്പോൾ 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഇതിലെ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നതും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണമാണ്. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കുറുമ്പനാട്ടിലെ വീരവർമ്മയ്ക്ക് ബ്രിട്ടീഷുകാർ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പഴശ്ശിയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തിനെതിരെ ശക്തമായി എതിർത്ത 2-3 വിഭാഗങ്ങളുണ്ട്. നായർ സമുദായങ്ങളും അതുപോലെ തന്നെ മാപ്പിളമാരും ഗോത്രജനതയും പഴശ്ശിയോടൊപ്പം നിന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാം പഴശ്ശി കലാപത്തിൽ ഏത് നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തിയത്? അതൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൈസൂറാണ്. ഒന്നാം പഴശ്ശി കലാപത്തിൽ ഏതു നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തിയതെന്ന് ചോദിച്ചാൽ മൈസൂറാണ്. അതിലൊരു മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഈ ഭാഗത്ത് നാം നോക്കുമ്പോൾ വരുന്നുണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്ന രാജാവായിരുന്നു ചിറക്കിലെ രാജാവ്. 1797 ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നത്. ചിറക്കിലെ രാജാവായിരുന്നു അന്ന് പഴശ്ശിക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് രണ്ടാം പഴശ്ശി വിപ്ലവം നാം നോക്കുമ്പോൾ വയനാട് സ്വന്തമാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നായന്മാരും അതുപോലെ തന്നെ മാപ്പിളമാരും കുറിച്യരും കുറുമ്പരും പഴശ്ശിയെ ഈ വിപ്ലവത്തിൽ സഹായിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ബ്രിട്ടീഷ് പട്ടാളത്തിലെ സർവ്വസൈന്യാധിപനായി 1800 ആദർ വെല്ലസ്ലി നിയമിതനായി. പിൽക്കാലത്ത് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ വെല്ലിംഗ്ടൺ പ്രഭു ആണെന്നും നമുക്ക് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്ന മറ്റൊരു വസ്തുതയാണ്. രണ്ടാം പാഴ്സി കലാപത്തിലാണ് ആദർ വെല്ലസ്ലി, കേണൽ സ്റ്റീവൻസൺ, ലഫ്റ്റനൻറ്റ് എഡ്വേർഡ് തുടങ്ങിയ സൈന്യാധിപരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അക്കാലത്തെ കളക്ടറായിരുന്നു തോമസ് ബേബർ. തലശ്ശേരിയുടെ കളക്ടറായിരുന്നു. രണ്ടാം പാഴ്സി വിപ്ലവം നടക്കുമ്പോൾ തലശ്ശേരിയിലെ കളക്ടറായിരുന്നു തോമസ് ബേബർ. പാഴ്സി വിപ്ലവ സമയത്തെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പാഴ്സി വിപ്ലവ സമയത്തെ മലബാറിലെ കളക്ടറാണ് തോമസ് ഹാർവി ബേബർ. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴശ്ശിയോടൊപ്പം സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും. ഇവർ 1802 പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? വയനാട് ജില്ലയിലെ പനമരത്തിലാണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്, തോമസ് ഹാർവി ബേവറാണ്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആദർ വെല്ലസ്ലി. നമ്മൾ പറഞ്ഞ 2-3 സൈന്യാധിപരെ പേര് പറഞ്ഞ് അതിലൊരാളാണ്. പ്രധാനപ്പെട്ട 3 പേര് പറഞ്ഞ് രണ്ടാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആദർ വെല്ലസ്ലി, കേണൽ സ്റ്റീവൻസൺ, ലഫ്റ്റനൻറ്റ് എഡ്വേർഡ്, ഇവർ 3 രണ്ടാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. ഇതിൽ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആദർ വെല്ലസ്ലി. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയെ അറിയപ്പെട്ടിരുന്ന പേര് കോൽക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം നാം നോക്കുമ്പോൾ 1805 നവംബർ 30 പഴശ്ശി രാജ മരണമടയുന്നത്. പഴശ്ശിരാജയുടെ കൊല്ലപ്പെടുന്ന സ്ഥലം മാവിലന്തോട്, വയനാട് വെച്ചാണ് പഴശ്ശിരാജ കൊല്ലപ്പെടുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നാം നോക്കാം. 2022 UP അസിസ്റ്റൻ്റ് NCA വേക്കൻസിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. പഴശ്ശിരാജയെക്കുറിച്ച് കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? പഴശ്ശിരാജയെക്കുറിച്ച് കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? കോട്ടയം രാജ്യത്തെ രാജകുമാരനായിരുന്നു പഴശ്ശിരാജ. അതുപോലെ തന്നെ 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ ആരംഭിച്ച കേരള യുദ്ധമുറകൾ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദ്യം. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 17-ാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയത്, ഇത് തെറ്റാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് 2-3 വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടമാണ് അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഞ്ചരക്കണ്ടിയാണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? വളരെ എല്ലാവർക്കും സുപരിചിതമായ ഒരു പടമാണ്. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ആരാണ് എന്നാണ് ചോദ്യം. സംവിധായകൻ ഹരിഹരനാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കി. അപ്പം ഹരിഹരനാണ് സംവിധാനം ചെയ്യുന്നത്. അതിൻ്റെ തിരക്കഥ എഴുതിയത് ആരെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. തിരക്കഥ എഴുതിയത് MD വാസുദേവൻ നായരാണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ
ജാതവേദം രചിച്ച കൃതി ഏതാണ്? വീരകേരളം മഹാകാവ്യം എന്ന കൃതിയാണ് അദ്ദേഹം രചിക്കുന്നത്. അതുപോലെ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സർദാർ KM പണിക്കർ ചരിത്രകാരനാണ്. പഴശ്ശി രാജാവിൻ്റെ ജീവിത വൃത്തത്തെ ആധാരമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കറാണ്. ഇതും 2020 UP അസിസ്റ്റൻറ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രത്യേകം നോക്കണം. കാരണം ആ ഭാഗത്ത് നിന്ന് കുറഞ്ഞത് നമുക്ക് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്കിലും 10-15 മാർക്കിലധികമെങ്കിലും നമുക്ക് എന്തായാലും ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കളക്ടറിൻ്റെ പേര് പറഞ്ഞ് ആ കളക്ടറിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പറഞ്ഞ ഒരു കളക്ടറാണ് തോമസ് ഹാർവി ബേബർ. ഇദ്ദേഹം എന്താണ് രണ്ടാം പഴശ്ശി യുദ്ധം നടക്കുമ്പോൾ ആ സമയത്ത് മലബാറിലെ കളക്ടറായിരുന്നു. 1805 ഡിസംബർ 31 മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച കത്തിലൂടെ പഴശ്ശിരാജയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് അദ്ദേഹം ഒരു പ്രക്ഷോഭകാരിയാണെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിലും ഉപരി പരിഗണിക്കപ്പെടേണ്ടവൻ ആണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എല്ലാ വർഗ്ഗക്കാരിലും പഴശ്ശിരാജയോട് നിശ്ചിതമായ താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് പോലും മായ്ക്കാനാകാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയിലൂടെ സീമയിലെത്തുന്നത് സ്നേഹാദരങ്ങൾ പുലർത്തുന്നെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പം തോമസ് ഹാർവേ ലേബർ 1805 ഡിസംബർ 31 അദ്ദേഹം അന്നത്തെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച അന്നത്തെ നിവേദനത്തിൽ പറയുന്നത് മലബാറിലെ പഴശ്ശിയോടുള്ള ആദരത്തെക്കുറിച്ചുള്ള കുറച്ച് വാക്കുകളാണ് നമ്മളിപ്പം പറഞ്ഞത്. അതുപോലെ നമുക്ക് ഇതിലുമായി ബന്ധപ്പെട്ട് കൺഫ്യൂസിങ് വരുന്ന ഒരു ഫാക്റ്റാണ് പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാനന്തവാടി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. അതുപോലെ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. അതുപോലെ തന്നെ പഴശ്ശി ഗുഹ എവിടെയാണ്? മലപ്പുറം. പഴശ്ശി ഗുഹ എവിടെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശിരാജ കോളേജ് എവിടെയെന്ന് ചോദിച്ചാൽ വയനാടാണ്. പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂറാണ്. അത് എവിടെയാണ്? കണ്ണൂറാണ്. കണ്ണൂർ. അപ്പം പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയാണ്. പഴശ്ശിരാജ NSS കോളേജ് എവിടെയാണ്? മട്ടന്നൂറാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഈ ക്ലാസ് എല്ലാവർക്കും പ്രയോജനകരമായെന്നാണ് കരുതുന്നത്. അപ്പം തുടർന്ന് നമുക്ക് മറ്റ് വിജ്ഞാനപരമായ ക്ലാസ് LP UPയുമായി അനുബന്ധിച്ച ക്ലാസ്സാണ് പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴശ്ശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏകദേശം കാര്യങ്ങളും ഉൾപ്പെടുത്തിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് തുടർന്ന് മറ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.